എസ് ടി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പ്രത്യേക ദിവസമാണ് കേട്ടോ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലായതുകൊണ്ട് ശ്രീ വരുന്നുണ്ടാവില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. സർപ്രൈസ് ഒന്നും തരുന്നുണ്ടാവില്ല എന്നാണ് വിചാരിച്ചിരുന്നത്. ഇനി വരികയാണെങ്കിലും ശ്രീയെ മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ശ്രീൻ്റെ ഫ്രണ്ട്സും വന്നപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചിട്ടോ. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഒരുപാട് ഹാപ്പിയായി. കാരണം ഞാൻ പ്രതീക്ഷിച്ച ശ്രീയാണ്. പക്ഷേ അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി. അത് കഴിഞ്ഞ് ഞങ്ങൾ കേക്കെല്ലാം കട്ട് ചെയ്ത് കേട്ടോ. കേക്ക് എല്ലാവരും കട്ട് ചെയ്ത് എല്ലാവർക്കും നൽകി. വീട്ടിൽ ശ്രീമോളും കണ്ണനും അച്ഛനും ഏട്ടനും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കേക്ക് കട്ട് ചെയ്ത് നൽകി. അതുപോലെ ഫ്രണ്ട്സിനെല്ലാം കേക്ക് കട്ട് ചെയ്ത് നൽകി കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി, പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇവരിങ്ങനെ സർപ്രൈസായി വരും എന്നുള്ളത്. പിന്നെ ശ്രീ എനിക്ക് ഗിഫ്റ്റൊക്കെ തന്നു. അതെല്ലാം എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഡ്രസ്സുകളാണ് ഗിഫ്റ്റായിട്ട് തന്നിരുന്നത്. എല്ലാം ഷോർട്ട് ആയതിനാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ. എനിക്ക് വലിയ ലോങ് ഡ്രസ്സിനേക്കാൾ ഇഷ്ടം ഷോർട്ട് ഡ്രസ്സുകളാണ്. അപ്പോൾ എനിക്കെല്ലാം ഇഷ്ടമായി. പിന്നെ രാവിലെ ഞാനും ശ്രീമോളും കൂടെ തൊട്ടടുത്തുള്ള തൂര് കാട്ടമ്പലം ശിവക്ഷേത്രത്തിൽ പോയി. കാരണം അവിടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്, പോകാനും നമുക്ക് എളുപ്പമാണ്. അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉള്ളൊരു അമ്പലമാണ്. പക്ഷേ ഇന്ന് സൺഡേ ഒന്നല്ലാത്തതിനാൽ അത്ര തിരക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അമ്പലത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഉണ്ട്. എന്നാലും നമുക്ക് അവിടെ പോയി തൊഴുത് കഴിഞ്ഞാൽ നല്ലൊരു അനുഭൂതിയാണ്. അപ്പം ഞാൻ ശ്രീമോളും മാത്രമാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവിടെ പ്രാർത്ഥിച്ച് ഇറങ്ങിക്കഴിഞ്ഞ് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിലെത്തി ചായ കുടിച്ച് കഴിഞ്ഞിട്ട് സേമിയ പായസം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അമ്മയ്ക്ക് ഓരോ പണികളുള്ളതല്ലേ, എന്നാൽ ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ തന്നെ പായസം ഉണ്ടാക്കുകയാണ് ചെയ്തത്. അമ്മ ഓരോ കാര്യങ്ങൾ പറഞ്ഞു തന്നിരുന്നു. അമ്മ പറഞ്ഞതിനനുസരിച്ച് പായസം റെഡി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏകദേശം അമ്മ പറഞ്ഞ പോലെ തന്നെ എല്ലാം ചെയ്ത് അങ്ങനെ പായസം റെഡി. അമ്മയെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നില്ല. ഞാൻ തന്നെ പായസം ഉണ്ടാക്കുകയാണ് ചെയ്ത് കഴിഞ്ഞ്. അത് കഴിഞ്ഞ് അമ്മ ഫുഡെല്ലാം തയ്യാറാക്കിയിരുന്നു. സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ചെറിയ രീതിയിൽ അമ്മേനെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. പായസം എല്ലാം കുടിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുന്നു. ബൈ ബൈ.